ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മീ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ഉരുളക്കിഴങ്ങ് ഒരു സ്റ്റഫിംഗ് ആയിട്ട് വെച്ചുണ്ടാക്കുന്നൊരു ചപ്പാത്തിയാണ്. ഞാനിത് എൻ്റെ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അത് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മുടേതായ ടേസ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ ഇപ്പോൾ പാക്ക് ചെയ്തൊക്കെ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ്, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ആലു പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവർ വേവിച്ചെടുത്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തതാണിത്. ഇനി ഉരുളക്കിഴങ്ങ് നമുക്കൊരു സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ ഫില്ലിങ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പരത്തിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫില്ലിങ് ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻ രീതിയിൽ ട്രഡീഷണലായ ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഈ ഫില്ലിംഗ് ചെയ്തെടുക്കുന്നത്. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ ആലു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ വഴറ്റിയൊന്നും ചേർക്കില്ല. അവർ വെറുതെ എല്ലാം അരിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൊണ്ട് ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് ചെറുതായിട്ട് കളർ മാറി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ആലു പൊറോട്ട ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാവാണ്. ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. എണ്ണ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പും എണ്ണയൊക്കെ നന്നായിട്ട് ഈ പൊടിയിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ തളിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് തളിച്ച് പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് 2-3 തുള്ളി എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മളെങ്ങനെ കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം. ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. എന്നാൽ മാത്രമേ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. ഉപ്പുണ്ടെങ്കിൽ മാത്രമേ പൊറോട്ട നല്ല ടേസ്റ്റും കാണുള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയും നാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം പാകത്തിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ പൊറോട്ടക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം മാവ് നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ മാവെടുത്ത് ഉരുളകളായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഫില്ലിംഗ് എല്ലാം വെച്ച് പരത്തിയെടുക്കാനുള്ളത് കാരണം
സാധാരണ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലിയ ഉരുളകളായിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. ഈ ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തിപ്പലയിൽ കുറച്ച് പൊടി തൂകിയതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്തിട്ട് ഒരു ചെറിയ ചപ്പാത്തി ഇട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഇനി പരത്തിയെടുത്ത ചപ്പാത്തിയുടെ നടുവിലേക്ക് 2 സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ കുത്തിയൊന്നും നിറച്ച് വെക്കരുത്. ഇനി ചപ്പാത്തിയുടെ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞെടുത്ത് ഒരു കിഴി പോലെ ആക്കി എടുക്കണം. നമ്മൾ ഇതുപോലെ കിഴി പോലെ ആക്കിയെടുത്തതിന് ശേഷം ഈ കൂടുതൽ വന്ന മാവ് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്ത് മാറ്റുക. അതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. വീണ്ടും ചപ്പാത്തി പരയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഫില്ലിങ് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ബലം കൊടുക്കാതെ പതുക്കെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ആലു പൊറോട്ട പരത്തിയെടുത്ത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി നമുക്ക് പരത്തണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചപ്പാത്തി പലയിൽ കുറച്ച് പൊടി തൂകിയതിന് ശേഷം ചപ്പാത്തി ഒന്ന് ചെറുതായിട്ട് പരത്തുക. അതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒരു കിഴി പോലെ ആക്കി എടുക്കുക. കൂടുതലുള്ള മാവ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റണം. അതിന് ശേഷം കൈ കൊണ്ട് പതുക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. വീണ്ടും ചപ്പാത്തി പലയിൽ വെച്ച് പരത്തിയെടുക്കുക. ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചപ്പാത്തി തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിക്കകയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കാനായിട്ട്. പൊറോട്ട ഇട്ടതിന് ശേഷം ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറമൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡ് കുറച്ച് പാകമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം. അതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് ആലു പൊറോട്ടയ്ക്ക് ചുറ്റിനും മുകളിലും ഒക്കെ ഇട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. എണ്ണയോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ എണ്ണയൊക്കെ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആലു പൊറോട്ട പാകമായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള പൊറോട്ടയും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമായ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആലു പൊറോട്ട നമുക്ക് അച്ചാർ, റൈത്ത, തൈര് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.